അസ്സലാമലൈക്കും. ഞാൻ ഭയങ്കര പ്രയാസത്തിലാണ്, വേദന സഹിച്ച് ജീവിക്കണം. എന്റെ കുട്ടികളെ കണ്ട് കൊതി തീർന്നിട്ടില്ല. എല്ലാരും സഹായിക്കണം. കിഡ്നി മാറ്റി വെക്കാനാണ് ഡോക്ടർമാര് പറയുന്നത്. അതിന് 40 ലക്ഷം രൂപ വരും. അത് ഞങ്ങളെ കൊണ്ടുണ്ടാക്കാൻ സാധിക്കൂല. അതുകൊണ്ട് ഞങ്ങളെല്ലാരും സഹായിക്കണം. അസ്സലാമലൈക്കും. ഇതിൻ്റെ അമ്മയാണ്. ഉമ്മാനെ കിഡ്നി മാറ്റി വെക്കാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കണേ. അതിന് 40 ലക്ഷം രൂപ വേണം. എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു സങ്കട കാഴ്ചയിലാണ്. കാരണം ഫസീലത്താത്താന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? അടിയന്തരമായിട്ട് ഫസീലത്താത്താന്റെ വൃക്ക മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ ആ താത്താന്റെ ജീവന് തന്നെ അത് ഭീഷണിയാണ്. പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു സങ്കട കാഴ്ചയാണ്. ആ താത്ത പറയാ, എനിക്ക് ഉമ്മയോ വാപ്പയോ ആരുമില്ല, എനിക്ക് എന്റെ ഭർത്താവ് എന്റെ മക്കൾ മാത്രമാണുള്ളത്, എനിക്ക് ജീവിച്ച അവരെ കൂടെ കൊതി തീർന്നിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മുടെയൊക്കെ മുമ്പിൽ വന്ന് ഹൃദയം പൊട്ടിക്കരയുന്ന ഫസീലത്താത്തന്റെ ഈ അവസ്ഥ നിങ്ങൾ നോക്കണം. പ്രിയപ്പെട്ടവര്, സങ്കട കാഴ്ചയാണ്. വേദനകൾ തിന്ന് 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 ആ താത്താന്റെ ഇപ്പത്തൊരു ശാരീരിക കോലം നിങ്ങൾ നോക്കണം. ഒട്ടി ഉണങ്ങിയ ശരീരവുമായി, ആകെ 40 വയസ്സ് മാത്രമാണ് ഫസീലത്താത്താന്റെ പ്രായം. എന്നാല് ആ താത്താനെ ഇപ്പൊ കാണുമ്പോ ഒരുപാട് പ്രായമായ ആളുകളുടെ രൂപത്തിലേക്ക് ആ താത്ത മാറിക്കഴിഞ്ഞു. ആകെയുള്ളത് ചെറിയ മക്കളാണ്. പ്രിയപ്പെട്ടവര്, സഹായിക്കാന് നമ്മൾ മാത്രമേ ഉള്ളൂ. ഒരു നാട് മുഴുവന് ഒറ്റക്കെട്ടായി സങ്കടപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ വന്ന് യാചിക്കുന്നുണ്ട് ഫസീലത്താത്താക്ക് വേണ്ടിയിട്ട്. നമ്മളല്ലാതെ ആ കുടുംബത്തെ സഹായിക്കാൻ മറ്റാരുമില്ല. ഉണ്ടായിരുന്ന ഒരു കൊച്ചു വീട് പോലിപ്പോ ജപ്തിയുടെ ഭീഷണിയിലാണ്. ഈ താത്താന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാളെ മുമ്പിൽ പോലും കൈ നീട്ടല്ല എന്ന് വിചാരിച്ച് ഇത്രയും നാള് ഉണ്ടായിരുന്നതെല്ലാം വിറ്റുപെറുക്കി ചികിത്സ നടത്തി. ഇനി യാതൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ മുമ്പിൽ വന്ന് ഒരു നാട് മുഴുവനും ഈ കുടുംബമെല്ലാം വന്ന് കൈ നീട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, സഹായിക്കണം, നമ്മളല്ലാതെ മറ്റാരുമില്ല. സുഹൃത്തുക്കളെ, വഴക്കാട്ടിരി പഞ്ചായത്തിലെ കോട്ടുവാട് പ്രദേശത്ത് താമസിക്കുന്ന പുലാവഴി സൈനുദ്ദീൻ എന്നയാളുടെ ഭാര്യ ഫസീല, 40 വയസ്സുള്ള 3 മക്കളുടെ മാതാവ്. അവർ വളരെ വലിയ രീതിയിൽ കിഡ്നി സംബന്ധമായ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. ചികിത്സക്കും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വളരെ വലിയ സംഖ്യ ആവശ്യമുണ്ട്. നിങ്ങളെല്ലാവരുടെയും അകമഴിഞ്ഞ സഹായമുണ്ടെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. എൻ്റെ പേര് ഉമ്മ കുൽസു. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ്. എൻ്റെ പഞ്ചായത്തിലെ പുലാവഴി സൈനുദ്ദീൻ എന്നിവരുടെ ഭാര്യ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിഡ്നി സംബന്ധമായ അസുഖം കാരണം അഡ്മിറ്റായിരിക്കുകയാണ്. 30 ലക്ഷത്തോളം രൂപ ചെലവ് വരും അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി. അതുകൊണ്ട് നിങ്ങൾ നല്ലവരായ എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കുകയും അതോടൊപ്പം പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ മലപ്പുറം ജില്ലയിലെ പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിലെ മെമ്പറാണ് സംസാരിക്കുന്നത്. അവരുടെ കിഡ്നി മാറ്റിവെക്കലും അതുപോലെ ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. ഈ വീഡിയോ പരമാവധി നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുകയും അതോടൊപ്പം തന്നെ പരമാവധി സഹായങ്ങൾ വീഡിയോ ഗ്രൂപ്പിലൂടെ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കും. ഈ പ്രദേശത്തെ മഹല്ല് സെക്രട്ടറിയാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ പുലാവഴി സൈനുദ്ദീന്റെ ഭാര്യ ഫസീല എന്നവർ വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിലാണുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാവണമെന്നും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഈ പ്രദേശത്തെ പള്ളിയിലെ ഇമാം ആണ്. 10 വർഷത്തോളമായി ഈ ഏരിയയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും പരമാവധി നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളും അതോടൊപ്പം മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂട്ടുകാരിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്തുകൊണ്ട് ഈ സംരംഭത്തിൽ ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ചികിത്സാ ഫണ്ടിലേക്ക് നിങ്ങൾ പരമാവധി സഹകരിക്കണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. ഞാൻ ഈ പ്രദേശത്ത് കോട്ടുവാട് കോഴിക്കോട് തൃക്കോൽ ശിവക്ഷേത്ര കമ്മിറ്റി പ്രതിനിധിയാണ്. എല്ലാവരും ജാതിമതഭേദമന്യേ എല്ലാവരും സഹകരിക്കണമെന്ന് ക്ഷേത്രത്തിൻ്റെയും ഈ നാടിൻ്റെയും എല്ലാവരുടെയും ഇതിൽ
എല്ലാവരോടുമായിട്ട് അഭ്യർത്ഥിക്കുന്നു. പുഴക്കാട്ടിരി പഞ്ചായത്തിലെ കോട്ടുവാട് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വാൻഗാർഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ പ്രസിഡന്റ് ആണ് ഞാൻ. രോഗിയെ നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനാവശ്യമായ എല്ലാവിധ സഹായങ്ങളും എല്ലാവരും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു.